ഹലോ. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്തോ ചില ദിവസങ്ങളിൽ ഒരു മൂഡ് തോന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് ബെഡ്ഷീറ്റ് അലക്കാനുണ്ടായിരുന്നു. അതൊന്ന് സർഫിൽ ഒന്ന് പുതിർത്ത് വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ ഉച്ച സമയത്ത് ഇത് അലക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴക്കാലമാണെങ്കിലും മഴയൊന്നുമില്ല, നല്ല വെയിലാണ് 2-3 ദിവസമായിട്ട്. അതിന് ശേഷമാണ് ഞാൻ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കിയത്. അപ്പോൾ പുട്ടും പയറും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുട്ട് ചുട്ടെടുക്കുകയാണ്. ഇത് ഒന്നിച്ച് മില്ലിൽ നിന്നും പൊടിച്ചു കൊണ്ട് വെക്കും. അത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. മില്ലിൽ നിന്ന് വറുത്തെടുത്താൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ പൊടികൾ പൊടിച്ചു കൊണ്ടുവെക്കൽ, അരി പൊടിച്ചു കൊണ്ടുവെക്കൽ. അപ്പോൾ നമ്മുടെ പുട്ട് ആയിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യമാണ് ഇതേപോലെ പുട്ട് ചുട്ടെടുത്തത്. പിന്നെ നമ്മുടെ പയറ് കറിയും റെഡി ആയിട്ടുണ്ട്. അതും കൂട്ടിയിട്ടാണ് രാവിലത്തെ ഭക്ഷണം. അതിനുശേഷം ഞാൻ മത്സ്യക്കറി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം തേങ്ങ, മഞ്ഞൾ, മുളക് പൊടി ഒക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വാളൻ പുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് വേഗം മത്സ്യക്കറി വെക്കണം. ഇപ്പോൾ ചോറും കറിയൊക്കെ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. ഗ്യാസിൻ്റെ ക്ഷാമം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കറി ആദ്യം തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേദിവസം മുറിച്ച് വെച്ച മത്സ്യമാണ്. അപ്പോൾ അതിൻ്റെ തലയും എല്ലാം കൂടി ആണ് കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ കറി റെഡിയായാൽ പിന്നെ നമ്മളെ പണിയെല്ലാം വേഗം തന്നെ ഒരുങ്ങിക്കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കറി റെഡിയാക്കാൻ വേണ്ടി നോക്കിയത്. പിന്നെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് ചക്കയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ചക്കക്കുരു ഞാൻ എന്നിട്ട് മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ ചക്ക തലേ ദിവസം ഇതുപോലെ പറിച്ചെടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി ഇതേപോലെ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡബ്ബയിലോ ഒക്കെ കെട്ടി വെക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് വെക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഞാൻ അധികവും രാത്രിയാണ് ഇത് ചെയ്യുക. അപ്പോൾ അതേസമയം നമ്മൾ ചക്ക അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ചോറിന് അരി ഇട്ട് കൊടുത്തത്. രണ്ടും ഒരേ സമയം തന്നെ ആവും. ചക്ക ഞാൻ കുക്കറിൽ ആയതുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചു. ഒരു 3 വിസിലോ അല്ലെ 2 വിസിലോ, 2 വിസിൽ തന്നെ ധാരാളമാണ്. ഞാൻ ചില സമയത്ത് 3 വിസിലടിക്കാൻ വെക്കലുണ്ട്. അത് ചില ചക്കക്ക് നല്ല വേവ് ഉള്ളതുണ്ടാവും, ഉടഞ്ഞ് വരുന്ന അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചക്ക നല്ല പുട്ടുപോലെ നന്നായി ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തുകൊണ്ട് എനിക്ക് ഇതേപോലത്തെയുള്ള ചക്കയാണ് കഴിക്കാൻ കൂടുതലിഷ്ടം. ഇങ്ങനെ അധികം ലൂസായിട്ട് ഉള്ള ചക്കയോട് അത്ര താല്പര്യമില്ല. കുറച്ച് ഇതുപോലെ കട്ടിയായിട്ട് കിട്ടുന്ന ചക്കയോടാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതിന് കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി വറവ് ആക്കി ഇടാൻ പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഉഴുന്നുപരിപ്പും വറുത്തിടാറുണ്ട്. ഇന്ന് ഞാൻ ഉഴുന്നുപരിപ്പ് എടുത്തില്ല. അങ്ങനെയാകുമ്പം ചക്ക കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഉഴുന്നുപരിപ്പൊന്ന് കടിച്ചു പൊട്ടിക്കാൻ വേണ്ടി നല്ല രസമുണ്ടാവും. അപ്പോൾ ചക്കയും റെഡിയായി. ഇനി ചോറും ചക്കയെല്ലാം കൂടി ഒന്ന് കുശാലായിട്ട് കഴിക്കണം. ഇന്ന് ഇതെല്ലാമാണ് രാവിലെ മുതൽ ചെയ്തത്. ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട് സമയം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം, നമ്മുടെ ഈ വറവ് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വേഗം ചോറ് വിളമ്പാം.
കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചക്കയും കൂടി കഴിക്കേണ്ടതുകൊണ്ട് തന്നെ ചോറിൻ്റെ അളവ് കുറച്ച് കുറക്കലുണ്ട് ഇപ്പം. അപ്പോൾ ചക്ക എടുത്തു. ഇനി ചക്കേൻ്റെ കൂടെ മത്സ്യക്കറിയും കൂടി ഉണ്ടായാൽ പിന്നെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ മത്സ്യക്കറി ചക്കക്കും ചോറിനും എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മത്സ്യത്തിൻ്റെ തല എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനൊരു തലയാണ് എടുത്തിട്ടുള്ളത്. ചില ആളുകൾക്ക് കഷ്ണത്തിനെക്കാട്ടിയും തലയായിരിക്കും കൂടുതലിഷ്ടം. അപ്പോൾ ഇനി കുറച്ച് അച്ചാറും കൂടി ഉണ്ടായാൽ ഇന്നത്തെ ഉച്ചഭക്ഷണം ആയി. അപ്പോൾ ഞാൻ മുന്നേ ഇട്ട് വെച്ച മാങ്ങയുടെ അച്ചാറാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി വേഗം ഇത് കഴിക്കണം. അപ്പോൾ എല്ലാവരും ചോറ് ഒക്കെ കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.